ഹായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗീതം എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ എന്ന നടനെ തനിക്ക് നഷ്ടമായ കാര്യം തുറന്നു പറയുകയാണ് സംവിധായകനായ സാജൻ. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ ഗീതം ഒരുക്കിയത്. ഗീത, ശ്രീവിദ്യ, തിലകൻ, ഇന്നസെൻ്റ്, മാള അരവിന്ദൻ തുടങ്ങിയവരെല്ലാം മറ്റു പ്രധാന കഥാപാത്രങ്ങളായിരുന്നു. ഇതിനിടെയാണ് മോഹൻലാൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാൽ കൊള്ളാമെന്ന് സംവിധായകന് തോന്നിയത്. കുറച്ച് സീനേ ഉള്ളുവെങ്കിലും ലാൽ ചെയ്ത തനിക്കും അത് ഗുണം ചെയ്യുമെന്ന് മമ്മൂട്ടിക്കും തോന്നി. തുടർന്ന് മോഹൻലാലിനെ സമീപിക്കുകയും അദ്ദേഹം വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. സെഞ്ചുറി കൊച്ചുമോൻ വഴിയാണ് മോഹൻലാൽ ഗീതത്തിലേക്ക് എത്തിയത്. ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കോട്ടയത്തെ മറ്റൊരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനുള്ള ദിവസം രാവിലെ തന്നെ കൊച്ചിയിലെ എത്തി ഗീതത്തിൽ അഭിനയിച്ചത്. അങ്ങനെയിരിക്കെ ചിത്രത്തിലെ ബാലന്റെ ഒരു പ്രധാനപ്പെട്ട സീൻ ഒഴിവാക്കണമെന്ന് മമ്മൂട്ടി ആവശ്യപ്പെട്ടു. ദേഷ്യത്തിൽ മമ്മൂട്ടി മദ്യക്കുപ്പി വലിച്ചെറിയുമ്പോൾ ലാൽ തിരിഞ്ഞു നിന്ന് "ഇറ്റ് ഈസ് ടു ബാഡ്" എന്ന് പറയുന്നതായിരുന്നു സീൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ താൻ അഭിനയിച്ചതെല്ലാം നിഷ്പ്രഭമായി പോകും എന്നായിരുന്നു മമ്മൂട്ടിയുടെ അഭിപ്രായം. അത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. വേറെ വഴിയില്ലാതെ എനിക്ക് ആ രംഗം കട്ട് ചെയ്യേണ്ടി വന്നു. ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ലാൽ ഡബ്ബിങ്ങിനെത്തി. "അണ്ണാ, ആ ഷോട്ട് എവിടെയെന്ന്?" ലാൽ ചോദിച്ചു. "ഞാൻ ആകെ പരങ്ങനായിപ്പോയി. ആ സീൻ മാറ്റേണ്ടി വന്നു എന്ന് ലാൽ" എന്ന് സ്വാമി പറഞ്ഞു. എല്ലാം മനസ്സിലായ ലാൽ സത്യസന്ധമായ രീതിയിൽ ഓക്കെ ഗുഡ് എന്ന് മാത്രം പറഞ്ഞു. പിന്നീട് ഡബ്ബിംഗ് കഴിഞ്ഞതിന് ശേഷം "ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ" എന്ന് ചോദിച്ചു. "ഇനിയും ഒന്നുമില്ലെന്ന്" ഞാൻ മറുപടി നൽകി. പോകാൻ നേരം അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, "നമ്മൾ തമ്മിൽ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല." ലാലിന് വിഷമമുണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി. അതിനേക്കാളും വിഷമമായിരുന്നു എനിക്ക്. മമ്മൂട്ടിയെ വെറുപ്പിച്ചുകൊണ്ട് പടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നല്ലോ. മമ്മൂട്ടിയായിരുന്നല്ലോ ഹീറോ. പിന്നീട് പലപ്പോഴും ഒരു സിനിമയ്ക്ക് ആൻ്റണി പെരുമ്പാവൂർ വഴി ലാലിനെ സമീപിച്ചെങ്കിലും സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ ഒഴിഞ്ഞു മാറിയിരുന്നു. ആ നടനെ എനിക്ക് നഷ്ടപ്പെടുകയായിരുന്നു. സിനിമയിൽ സഹകരിച്ചില്ലെങ്കിൽ നിരവധി സ്വകാര്യ പരിപാടിക്ക് ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം എത്തിയിരുന്നു. സൗഹൃദം മാത്രം നഷ്ടമായിട്ടില്ല.